അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ചെറിയ കഥയാണ്. ഈ കഥ നിങ്ങളിൽ ചിലരിലെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നേക്കാം. എൻ്റെ കഥയുടെ പേര് സത്യം പറയുന്ന കുട്ടി. പണ്ട് ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന കുട്ടിയാണ് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിന് പഠിക്കാനായി ദൂരെയുള്ളൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഉമ്മ അബ്ദുൽ ഖാദറിൻ്റെ വസ്ത്രത്തിനുള്ളിൽ 40 സ്വർണ്ണ നാണയങ്ങൾ തുന്നിച്ചേർത്തു. എന്നിട്ട് അബ്ദുൽ ഖാദറിനോട് പറഞ്ഞു, മോനെ, എന്ത് വന്നാലും നീ എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. യാത്രക്കിടയിൽ ഒരു കൂട്ടം കൊള്ളക്കാർ അബ്ദുൽ ഖാദറിനെയും സംഘത്തെയും തടഞ്ഞു നിർത്തി. ഓരോരുത്തരുടെയും കയ്യിലുമുള്ള സാധനങ്ങൾ അവർ തട്ടിയെടുക്കാൻ തുടങ്ങി. അതിലൊരു കൊള്ളക്കാരൻ അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒട്ടും പേടിക്കാതെ പറഞ്ഞു, എൻ്റെ വസ്ത്രത്തിനുള്ളിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും സത്യം പറയാമോ? അവൻ കുട്ടിയെ അവരുടെ തലവന്റെ അടുത്തെത്തിച്ചു. തലവൻ ചോദിച്ചു, നിനക്കിത് ഒളിപ്പിച്ചു വെക്കാമായിരുന്നില്ലേ? പിന്നെന്തിനാ എന്നോട് പറഞ്ഞത്? അബ്ദുൽ ഖാദർ മറുപടി നൽകി, യാത്ര തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്ന് എൻ്റെ ഉമ്മാക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടി ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല. തൻ്റെ ഉമ്മയെയും അള്ളാഹുയെയും ഇത്രയധികം പേടിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടപ്പോൾ കൊള്ളക്കാരുടെ മനസ്സ് മാറി. അവർ ചെയ്ത തെറ്റിന് അള്ളാഹുവോട് മാപ്പ് ചോദിക്കുകയും കറച്ചു ചെയ്ത സാധനങ്ങൾ തിരിച്ചു നൽകുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായോ? നമ്മൾ എപ്പോഴും സത്യം പറയണം. ഏത് സാഹചര്യത്തിലും സത്യം പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.